നമസ്കാരം. എൻ്റെ പൊന്നു ഭഗവാനെ, ഇപ്പോൾ വയനാട്ടിലെ തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസഹിക്കബിളാണ്. തണുത്ത് ഇങ്ങനെ വിറച്ച് ഒന്നിനും തോന്നൂല. വീഡിയോ എടുക്കാനൊക്കെ എന്തൊരു മടിയാ. ഞാൻ മടി പിടിച്ച് ഇരുന്നിരുന്ന് ഇപ്പം കറക്റ്റ് 7:21 ഇനി വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊന്ന് പോയി കുളിച്ച് വരാൻ. അപ്പം നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ മെഞ്ഞാന്നൊട്ട് വീഡിയോൻ്റെ താഴെ ഞാനൊരു കമൻറ്റ് കാണാനിടയായി. നിങ്ങൾക്കാകെ ഒരു ഡ്രസ്സേ ഉള്ളൂ, നിങ്ങൾക്കാകെ 2 ഡ്രസ്സേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ചേട്ടന്മാരോട്, ഇതാണ് എൻ്റെ അലമാറി, ഇത് മുഴുവൻ എൻ്റെ ഡ്രസ്സാണ്. ഓക്കെ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ ക്രൈസ് ഉള്ളൊരു സാധനം ഡ്രസ്സാണ്. എത്ര വാങ്ങിയാലും മടിയാവില്ല. എനിക്ക് അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് ഇങ്ങനെ ഈ തുണി വാങ്ങി നിറയ്ക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ രാവിലെ പണിക്ക് പോയി വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് ഉറങ്ങിയാൽ മതി എന്നാണ് തോന്നുക. ഇപ്പം ദാ 7:21 സമയം. ഈ 19 സംതിങ് ആണ് ഇതിൽ കാണുക കേട്ടോ. ഇനി ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മളേക്ക് ഒരു 8-8:15 എന്നിട്ടാണ് ഞാൻ കുളിച്ചൊന്ന് കിടന്നുറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 10 ഡ്രസ്സ് മാറ്റാനുള്ളൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു ഡ്രസ്സിൽ തന്നെ 1-2 വീഡിയോ എടുത്ത് പോകുന്നത്. എല്ലാവരും സഹിക്കാൻ പറ്റാത്തവർ കാണണ്ട, ഇറങ്ങി പോയിക്കോ. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ വിഷയം ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങും. സോ ആദ്യം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടേ. ഇപ്പോഴത്തെ ബിഗ് ബോസിലെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗിസയിലും അനുമോളും തമ്മിലുള്ള ഇന്ത്യ-പാകിസ്ഥാൻ വാറാണ്. എല്ലാ ദിവസവും ഇവർ തമ്മിലൊരു വഴക്കുണ്ടാവും, ഒരൊച്ചപ്പാടുണ്ടാവും, ഒരു വർത്താനം ഉണ്ടാവും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ, അതിൽ പരദൂഷണം പറയുന്ന ആൾക്കാർ, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി കുതികാല് വെട്ടുന്ന കുറച്ച് ആൾക്കാർ, ഇങ്ങനത്തെ കുറച്ച് ടീമുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കുറച്ച് ഷോകളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസിൽ കാണുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പതിപ്പ് എന്ന നിലയിൽ നമുക്ക് ഈ പ്രൊമോ വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഇസയിൽ പറയുകയാണ് അനുമോള് കള്ളത്തിയാണ്. റീസൺ പറയുന്നത് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ പോലും അറിയാണ്ട് അനുമോള് ചെക്ക് ചെയ്യുന്നത് കണ്ടു. അനു തിരിച്ച് ചൂടാവുന്ന ഒരു സീനാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 ആണ്. ഇത്രയും കാലം ബിഗ് ബോസിൽ കൊണ്ടുവരാത്ത പല കളികളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. ഇത്രയും കാലം അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണെങ്കിൽ ഇപ്രാവശ്യം സീസൺ 7 അങ്ങ് മാറ്റിപ്പിടിച്ചു. അതിന് ഭാഗമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനൊന്നും അവർ കൊണ്ടുവന്ന വസ്ത്രമോ മേക്കപ്പോ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാരുടെ മേക്കപ്പ് പോയി എന്നവർ നൈസായിട്ട് കള്ളത്തരത്തിൽ കൂടെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ബിഗ് ബോസ് പിടിച്ചു, വാൺ ചെയ്തു. അങ്ങനെ എല്ലാവരും നിർത്തി ഒതുങ്ങി നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന നമ്മുടെ സ്വന്തം പൊട്ടറ്റോയും അല്ലെങ്കിൽ ബീട്രൂട്ടും ഉപ്പൊക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ സൗന്ദര്യവർദ്ധന പരിപാടികൾ പോകുന്നത്. ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഇതും കാണുമ്പം നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഗേൾസിനെ സംബന്ധിച്ച് അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മേക്കപ്പാണ്. മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഗിസയിൽ എന്ന് പറയുന്ന ആളുടെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ കോൺഫിഡൻറ്റ് പുള്ളിക്കാരിയുടെ ഈ തൊട്ട് താഴെ വരെയുള്ള ആളാണ്. മെയിനായിട്ട് അയാളുടെ ബോഡിയിൽ ആൾ ഭയങ്കര കോൺഫിഡൻറ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് കിട്ടുന്നത് ഫുള്ള് ലൂസ് കോട്ടൺ പൈജാമ പോലത്തെ ഡ്രസ്സുകളാണ്. അതിൽ തന്നെ പുള്ളിക്കാരിൻ്റെ ഹാഫ് പാർട്ട് പോയി. പിന്നെ രണ്ടാമത്തെ ഒരു സാധനമാണ് മേക്കപ്പ്. മേക്കപ്പിൽ ജീവിക്കുന്ന ഒരാളാണ് ഈ പെർട്ടിക്കുലർ ലേഡി എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ഏകദേശം ഇതിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന കളികൾ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. ബിഗ് ബോസ് വാൺ ചെയ്തു, കണ്ടസ്റ്റൻ്റിൻ്റെ ഇടയിൽ ഇഷ്യൂ ആയി, ലാലേട്ടൻ വന്നു, പെട്ടി തിരിച്ചയച്ചു. അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഞങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾ റെഡി അല്ലെങ്കിൽ ഞങ്ങൾ റദ്ദാക്കിക്കോളാന്ന് വരെ പറഞ്ഞിട്ട് പോലും ഇസയിൽ ആളുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് കൊടുക്കാൻ തീരെ തയ്യാറായിട്ടില്ല. ആളിപ്പോഴും ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂകളാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് നമുക്ക് ബാക്കി കുറച്ച് ഭാഗം കൂടെ കാണാം.
ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഗിസയിൽ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് 1% പോലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. 1% പോലും. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുമ്പം ബിഗ് ബോസ് ഒരു കാര്യം നിങ്ങളോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാണ്ട് നിൽക്കുകയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ബിഗ് ബോസ് പറയുന്നത് പോലും അനുസരിക്കാണ്ട് ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു തവണ വാണിംഗ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, യു ആർ നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ബി ഇൻ ബിഗ് ബോസ്. മസ്റ്റായിട്ടും ലാലേട്ടൻ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കുറച്ചൊക്കെ പറയുന്നതിനൊരു ഇതില്ലേടോ. എത്ര തവണയാണോ പറയുന്നത്, എത്ര തവണയാണോ പിടിക്കുന്നത്? മൈക്കിൻ്റെ ഉള്ളിൽ വരെയാ കൺസീലറൊക്കെ ഒളിപ്പിച്ച് വെക്കുന്നത്. നിങ്ങളിൽ മേക്കപ്പ് ഇല്ലെങ്കിൽ തീരെ കോൺഫിഡൻ്റ് അല്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, രണ്ടാമതൊരു സാധനം ഇതാണ് എനിക്ക് ഗിസൈൽ ആൻഡ് അബൌട്ട് അനു ആൻഡ് ഓൾ. കുറേ ആൾക്കാർ അനുമോളുടെ ഈ ഒരു പ്രവൃത്തിനെ പറ്റി പറയുന്നത് അനുമോളിന് കുശുമ്പാണ് എന്നാണ്. പിന്നെ അനു പല കാര്യങ്ങളിലും റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ ചിരി വരും. ഈ ഒരു വിഷയത്തെ പറ്റി അനു ഇങ്ങനെ ശൈത്യമായിരുന്ന് സംസാരിക്കും. അനു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആണുങ്ങളെല്ലാം ഗിസൈലിൻ്റെ പുറകെയാണ് പോകുന്നത്. എന്താണ്, ഒരു പെണ്ണിനെ കണ്ടാൽ തന്നെ നാണവും മാന ഇല്ലാണ്ട് പുറകെ പോകുന്ന കുറേ ടീമുകളാണ് ഇവർ എന്ന രീതിയിലൊക്കെ അനു പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ കാണുന്ന നാട്ടുകാർക്ക് അനുവിന് ഗിസൈലിൽ കുശുമ്പാന്നേ തോന്നും. അതിന് നമ്മൾ നാട്ടുകാരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോമൺ സെൻസ് ഉള്ള ഏത് വ്യക്തിക്കാണെങ്കിലും ഇത് കണ്ടാൽ എന്താ തോന്നുക? ഇത് മാത്രമാണ് തോന്നുക. പക്ഷേ ഇവിടെ അനു ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് ക്യാമറ എല്ലാം കാണുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെയും അതൊരു വിഷയമാവുന്നുണ്ട്. മൂന്നാമത്തെ ഒരു സാധനം, ലാലേട്ടനും ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ അനു 1-2 തവണ പറയുക, 1-2 തവണ ക്യാപ്റ്റൻ്റെ അടുത്തും ഇവരടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം അനു സൈലൻ്റായി നിൽക്കുക. അനുവിന് എന്തെങ്കിലും പറയണം തോന്നുകയാണെങ്കിൽ ക്യാമറയുടെ മുമ്പ് പോയി പറയാം, ഗിസൈൽ എന്ന് പറയുന്ന ആൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരാൾ മാത്രം യൂസ് ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അതുവഴി ഞങ്ങളുടെ പോയിന്റിനെയും ഞങ്ങളുടെ ഫുഡിനെയും ബിഗ് ബോസിനും ഞങ്ങളോടും പ്രശ്നം തോന്നുന്നത്, ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇതിന് അഗെയിൻസ്റ്റ് ഒരു തീരുമാനം എടുക്കണം എന്ന് അനു പറയാം. അല്ലെങ്കിൽ അനു വളരെ ബോൾഡായിട്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കൈ പൊക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അനു എന്ത് ചെയ്യുക, ഈ കാര്യം പറയുക. അവിടെ ഈ വിഷയം തീരും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അനു വെറുതെ അനാവശ്യമായ കച്ചറയും വർത്താനവും ആളുടെ പുറകെ നടക്കലും CID കളിയും നടക്കുമ്പം അനുവിൻ്റെ ഹാപ്പിനെസ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത്. അപ്പം ഇവിടെ എനിക്ക് പേഴ്സണലി അനുവിൻ്റെ കേസിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അനുവിൻ്റെ ഒരു ശരി അല്ലെങ്കിൽ അനുവിന് മനസ്സിലായ ഒരു കള്ളത്തരം പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഫുൾ ടൈം ആളുടെ പുറകെ നടന്ന് ആളുടെ ഇതാക്കുന്ന സമയം നമുക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്യുക. എന്തായാലും ഈ മറ്റന്നാളത്തെ 2 ദിവസത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വരും, ലാലേട്ടൻ ഇത് കാണും, 100% ലാലേട്ടൻ പിടിക്കും, കിട്ടാനുള്ളത് കിട്ടും, കിട്ടാണ്ടൊന്നും ഇരിക്കില്ല. പക്ഷെ അത് ഈ ഒരു ഇതിലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അനു ഒന്നും കൂടെ ഇനിയെങ്കിലും പ്രാക്ടിക്കലായി ചിന്തിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു വിഷയത്തിലൊക്കെ അനുവിൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കയ്യാങ്കളി ലെവലിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. കാരണം അത്രത്തോളം പ്രവോക്ക് ആയതുകൊണ്ടാണ്. ഇമോഷണലി ഔട്ട് ബേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് അനു കടന്നു പോകുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മുഖത്ത് നോക്കി നീ കള്ളത്തിയാണ്, നീ മോഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ്, നീ എൻ്റെ പല സാധനങ്ങളും മോഷ്ടിക്കാൻ ശ്രമിച്ചു, നീ ഒരു കള്ളത്തിയാണ്, നീ ജയിലിൽ പോകണം എന്ന് പറയുമ്പം പുള്ളിക്കാരിനെ ഭയങ്കര ഹേർട്ട് ചെയ്തു. ഫസ്റ്റ് തൊട്ടേ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടേ അറിയാം, ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഇപ്പം ഞാനും ഭയങ്കര ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു വ്യക്തികളും ഞാൻ എൻ്റെ ലൈഫിലോട്ട് അടുപ്പിക്കില്ല. ആൻഡ് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഒരുപാട് സ്നേഹിച്ച് കെയർ ചെയ്ത് പാമ്പർ ചെയ്തിട്ടാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ടോക്സിക് വ്യക്തിയിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അനുവിൻ്റെ ചുറ്റും കണ്ടതും അനുവിനോട് സംസാരിക്കുന്നതും മിണ്ടുന്നതും അനുവിൻ്റെയൊക്കെ ഫാൻ ബേസിസിലുള്ള ആൾക്കാരാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഈ പ്രശ്നങ്ങളിൽ എത്തുമ്പം അനു ഇമോഷണലി വളരെ വീക്കായിക്കൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞ അനു അവിടെ ഫൈറ്റിന് പോകരുത്. ഈവൺ അക്ബറോ ബാക്കി ഏതെങ്കിലും അപ്പാനി ശരത്ത് പോലെയുള്ള വ്യക്തികളാണെങ്കിൽ ജിസൈലുമായിട്ട് പറഞ്ഞ് വാദിച്ച് പിടിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട്.
അനുവിന് അതിനുള്ള കഴിവില്ല. അപ്പം അനു വെറുതെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയി ചൊറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ജിസൈലിന് മേക്കപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് സീരിയസ്ലി പറയാം, എനിക്ക് ആ കുട്ടീനോട് ഒരു കുശുമ്പും ഇല്ല കേട്ടോ. കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റേ അല്ല ആ കുട്ടിയുടെ ലുക്കും ആ ടെയറും ഒന്നും പറയുന്നത്. എനിക്ക് ഒരുപാട് മോഡേൺ ഡ്രസ്സും എനിക്ക് ഒരുപാട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സും എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഷൂട്ട്സ് കാര്യങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഈവൻ എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലുണ്ട് ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടിന് വിളിച്ചാൽ പോലും ഞാൻ പോകലില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ കംഫർട്ടബിളും അല്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ഇന്നർ ബ്യൂട്ടി ഉള്ള വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവിടെ ഗിസൈലിന് എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഒബ്സെഷനാണ്. ഒരുപാട് ഈ പ്ലാസ്റ്റിക് സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരിയുടെ വിചാരം ബ്യൂട്ടി ലൈസ് ഇൻ മേക്കപ്പ് എന്നാണ്. ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ബാഡ്. എനിക്ക് ഈ ശനിയാഴ്ച ബിഗ് ബോസിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് ഞാൻ കാത്തിരിക്കുക. ഈ കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡിന് ലാലേട്ടൻ എന്താ പറയാൻ പോകുന്നതെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഇതാണ് ബിഗ് ബോസിനൊരു അപ്ഡേറ്റ്. പിന്നെ എന്തൊക്കെയൊക്കെയോ സൈഡിൽ കൂടെ കഥകൾ പറയുന്നുണ്ട്, ഓരോരുത്തർ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളുണ്ട്, ചപ്പാത്തി വിഷയം അത് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ഒരു സൈഡിൽ കൂടെ പോടെ നമുക്ക് കാണാം. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ.